നെടുമങ്ങാട് 1.5 വയസ്സുകാരനായ കുഞ്ഞിന്റെ കൊലപാതകം, അതിനുശേഷം പുറത്തുവന്ന ഈ പ്രതിയായിട്ടുള്ള അഷ്കറിന്റെ ക്രൂരകൃത്യങ്ങൾ, അതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ ഈ ആദ്യ ഭാര്യയായിട്ടുള്ള ആമിനയുടെ പിതാവിന് പറയാനുണ്ട്. എന്തൊക്കെയാണ് ഈ അഷ്കറിന്റെ ഭാഗത്തുണ്ടായ ബുദ്ധിമുട്ടുകൾ? ബുദ്ധിമുട്ടെന്ന് പറയാൻ എന്റെ കുട്ടിയെ വിളിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത്. ഞങ്ങൾ കല്യാണം കഴിച്ച് കൊടുത്തതല്ല. പിന്നെ കൊണ്ടുപോയതിന് ശേഷം ഇവര് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇവർ ഉപദ്രവം തുടങ്ങി കൊച്ചിന്. നമ്മളെ 10 സെന്റ് നീ എത്രയും പെട്ടെന്ന് മേടിച്ചോണ്ട് വരണം, അമ്മായും അപ്പയും വെളിയിൽ അടിച്ചിറക്കണം എന്നുള്ള രീതിയിലുള്ളതായിരുന്നു. അപ്പോൾ എന്റെ മോളെ അവർ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി, നീ എന്തെങ്കിലും ചെന്ന് വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ നിന്റെ സഹോദരനെ ഞാൻ കൊല്ലും, നിന്റെ ഉമ്മയെ ഞാൻ വണ്ടി കയറ്റി ഇറക്കി കൊല്ലും, നിന്റെ വാപ്പായെ ഞാൻ വണ്ടി കയറ്റി ഇറക്കി കൊല്ലും. അത് കാരണം എന്റെ മോള് നമ്മുടെ അടുത്ത് ഒന്നും പറയാറില്ല. ആമിനയായിട്ടുള്ള വിവാഹബന്ധം എത്ര കാലം നീണ്ടുനിന്നു? ഒരു 1.5 വർഷം, അത്രേ ഉള്ളൂ. അതിനിടയിലാണ് ഇത്തരം ഉപദ്രവങ്ങൾ ഉണ്ടായത്. അതിനുശേഷം ഞാൻ എന്റെ വീട്ടിൽ ഒരു ദിവസം അവള് വീട്ടിൽ വന്ന് വളരെ അവശയായിട്ടാണ് വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, മോളെ എന്താണ് ഇത് അവശത നിനക്ക്? നീ ഒരു കാര്യം ചെയ്യ്, നാളെ പെരുന്നാളാണ്, നാളെ അതും കഴിഞ്ഞിട്ട് നിനക്ക് വീട്ടിൽ ഹോസ്പിറ്റലിലും പോയിട്ട് നിനക്ക് പോവാന്ന് പറഞ്ഞു. അവൾ ഓന്ന് പറഞ്ഞ് അവിടെ ഇരുന്നപ്പോൾ ഇവ മനഃപൂർവ്വം വിളിച്ച് അങ്ങ് വരുത്തിച്ച്, നീ ഇവിടെ എത്രയും പെട്ടെന്ന് വരണം, ഇല്ലെങ്കിൽ നിന്നെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്നും പറഞ്ഞ് ഇവളെ വിളിച്ചു വരുത്തി. അവൾ പറഞ്ഞു, വാപ്പ ഞാൻ ചാവി കൊണ്ട് കൊടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് പോയവളെ 2 ദിവസം കഴിഞ്ഞിട്ടും കണ്ടില്ല. അങ്ങനെ ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ്, ഞാൻ പിറ്റേന്ന് അവിടെ ചെന്നപ്പോൾ ഇവള് ബ്ലഡിൽ ഇങ്ങനെ കുളിച്ച് ഇങ്ങനെ ബ്ലഡോട് കൂടി ഇങ്ങനെ കിടക്കുകയാണ്. ഓർമ്മയില്ലായിരുന്നു. അവിടെ വേറെ ആരുമില്ല. യവൻ രാവിലെ തന്നെ ഇടിച്ച്, ഇവന്റെ ഉമ്മയും കൂടെയാണെന്ന് തോന്നുന്നു, ഈ കൊച്ചിനെ പരുവമാക്കി ഇടിച്ച് ചമ്മന്തിയാക്കി ഇട്ടിട്ട് ഇവർ പോയി വെളിയിൽ. അതുപോലെ ഉപ്പക്ക് മറ്റൊരു വേദന കൂടി ഉണ്ടായിട്ടുണ്ട് മകന്റെ കാര്യത്തില്. അതിൽ ഇപ്പോഴൊരു സംശയം ഉണ്ടോ നിങ്ങൾക്ക്? അതെ, അതിൽ സംശയമുണ്ട്. എങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചാൽ അറിയില്ല. അവര് പിന്നെ കോളേജിൽ പോയിട്ട് 2 പേരും കൂടി അവിടെ കുളിക്കാൻ വന്നാണ്. അവിടെ പിന്നെ 2024 ജൂൺ 4 എന്നിട്ട് അവിടെ കുളിക്കാനായിട്ട് ഇറങ്ങിയാണ്. പിന്നെ നമ്മൾ അറിയുന്നതെന്ന് പറഞ്ഞാൽ അവൻ വെള്ളത്തിൽ മുങ്ങി മരണപ്പെട്ടു എന്നാണ്. മകനെ നീന്തൽ അറിയാമായിരുന്നോ? അവനെ നീന്തൽ കുറച്ചറിയാമായിരുന്നു. പിന്നിലും ഈ അഷ്കറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടെന്നാണോ സംശയം? ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ തീർച്ചയായിട്ടും പറയുന്നത് നിന്റെ സഹോദരനെ മുക്കി കൊന്നുകളയും, കാറിടിച്ച് കൊന്നുകളയും എന്ന് മോളുടെ അടുത്ത് പല ദിവസങ്ങളും പറയുന്നുണ്ട്. സഹോദരനുമായിട്ട് നേരിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഇല്ല, ഒരിക്കലും ഇല്ല. അവൻ കൊച്ചല്ലേ, 10-15 വയസ്സല്ലേ ഉള്ളവന്. ആമിനയോടുള്ള ദേഷ്യം അഷ്കറുമായിട്ട്, ഈ മകനുമായിട്ട് തീർച്ചയായിട്ടല്ല, നമ്മുടെ അടുത്താണ് ദേഷ്യമാണ്, ഉമ്മാടത്തും വാപ്പാടത്തും. കാരണം ഉമ്മാടത്തും വാപ്പാടത്തും ദേഷ്യം എന്ന് പറയുമ്പോൾ ആ വസ്തു കൊടുക്കണം. രണ്ടാമത് നമ്മൾ ഈ കല്യാണത്തിന് ഇവന്റെ സ്വഭാവം അനുസരിച്ച് ഞങ്ങൾ സമ്മതിച്ചില്ല. അതിന്റെയൊക്കെ ഒരു വാശി ഇവനുണ്ടായിരുന്നു. അങ്ങനെ എന്റെ മോള് എന്നെ വിളിച്ച് പറഞ്ഞ് എനിക്ക് ഇനി എന്നെ വേറെ അവർ കെട്ടിക്കും എന്നും പറഞ്ഞ്, അങ്ങനെയാണ് എന്റെ മോളെ വിളിച്ച് പറഞ്ഞാണ് ഇവർ വന്ന് എന്റെ മോളെ കൊണ്ടുപോകുന്നത്. ഇതിലും കൂടി ഒരു അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ടോ? മുഹമ്മദിന്റെ മരണത്തിൽ ഒരു അന്വേഷണം ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. ആവശ്യപ്പെടണം, നോക്കും. അന്വേഷണത്തിന് ആവശ്യപ്പെടും. അതിൽ ഈ പ്രശ്നങ്ങൾ, അതായത് ഈ ആമിനയുമായിട്ടും നിങ്ങളുമായിട്ടും അഷ്കറിനുണ്ടായ പ്രശ്നം, ആ ക്രൂരകൃത്യം, അത് തന്നെയാണ് മകനോടും കാണിച്ചത് എന്നുള്ള സംശയമുണ്ട് അല്ലെ? അങ്ങനെ സംശയമുണ്ട് നമുക്ക്. കാരണം ഇവ തീർത്ത് പറഞ്ഞിരിക്കുകയല്ലേ, മുക്കി കൊല്ലും അല്ലെങ്കിൽ വണ്ടി കയറ്റി ഇറക്കി കൊല്ലും എന്ന് പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, ഇപ്പോ ഈ കുഞ്ഞിന്റെ മരണത്തിന് ശേഷം ഒരുപാട് അഷ്കറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പുറത്തു വരുന്നുണ്ടല്ലോ. ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇവരെ 3 പേരെയും കൂടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉമ്മായും സഹോദരി ഇവന്റെയും ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെണ്ണുങ്ങളെ വളയ്ക്കുക, കൊച്ചുങ്ങളെയൊക്കെ കോളേജിൽ ചെന്ന് കൊച്ചുങ്ങളെ വളയ്ക്കുക, പൈസ ഉള്ള രീതിയിൽ നോക്കുക, എന്നിട്ട് അവരെ പൈസകൾ മേടിക്കുക. ഇതാണ് ഇവന്റെ പരിപാടി. ഇവരെ ഈ തള്ളേര് മോളെയും പരിപാടി. ഒരു നഴ്സ് പെണ്ണ് 40,000 എത്ര രൂപ മേടിച്ചിട്ട് അവർ കൊടുക്കാതെ അവർ പൈസ ചോദിച്ചപ്പം അവളെ കെട്ടിക്കൊള്ളാന്നൊക്കെയാണ് പറഞ്ഞാണ് അവൾ പൈസ മേടിച്ച്. ആ കുട്ടി പിന്നെ ഉമ്മായും മോനും കൂടെ പോയി ആ കൊച്ചിനെ അടിക്കുകയൊക്കെ ചെയ്ത്, അതിനുശേഷം ആ കൊച്ചു പോയി ആത്മഹത്യ ചെയ്തു. അതിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. ഈ കേസുകളിലൊക്കെ ഒരു അന്വേഷണം നിങ്ങളും ആവശ്യപ്പെടുന്നുണ്ട്. അതെ, അതെ, തീർച്ചയായിട്ടും. നമ്മളെ മോളെ നമുക്ക് പഴയതുപോലെ കിട്ടണം. അതാണ്. ഞാൻ മോനായില്ല, അതാണ് അതുകൊണ്ടുള്ള വിഷമം. അത്ര അതെ ഉണ്ട്. എപ്പോഴും നമ്മളെ തണലായിരുന്നു എല്ലാം കൊണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.